1000, 1500, 2000, 2500 പ്രൈസ് റേഞ്ചിൽ നമുക്ക് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുന്ന ഇയർബഡ്സുകൾ അതൊക്കെയാണ്. ഓൾറെഡി കുറെ അധികം വീഡിയോസ് നമ്മുടെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് റീസെന്റ് ആയിട്ടുള്ള വീഡിയോകളൊക്കെ തന്നെ 1000 രൂപയ്ക്ക് ഏതാണ്, 1500 രൂപയ്ക്ക് ഏതാണ് ബ്രോ എന്നൊക്കെ ചോദിക്കുന്നത്. എന്തായാലും നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്, അണ്ടർ 1000 ആണെങ്കിൽ പ്ലസ് എൻ്റെ പേരും കൂടെ വെച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വീഡിയോ കാണാൻ സാധിക്കും. അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ 5 അല്ലെങ്കിൽ 10 ഇയർബഡ്സുകളായിരിക്കും 1000 രൂപയ്ക്കുള്ളിൽ പറഞ്ഞിരുന്നത്. അത് എന്താണ്, നിങ്ങൾ അത് മേടിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഉപയോഗം, അല്ലെങ്കിൽ മറ്റൊന്ന് മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉപയോഗം ഇതാണ് എന്ന രീതിക്ക് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ചിട്ട് ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് വെറുതെ ഞാനൊരു പ്രോഡക്റ്റ് പറഞ്ഞത് അത് എന്താ പറയുക, ചുമ്മാ ഒരു കാണിപ്പ് മാത്രമായി പോകും, അല്ലെങ്കിൽ ഷോ ഓഫ് മാത്രമായി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവ് ചെയ്ത് ആ വീഡിയോകളൊക്കെ പോയി കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്യുക. ഇനി ഒരു 1000 രൂപയ്ക്കുള്ളിൽ 2 എണ്ണം ഏറ്റവും അവസാനം വീഡിയോ കണ്ടിട്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ 2 പ്രോഡക്റ്റുകളുടെയും കമ്പാരിസൺ ഓൾറെഡി നമ്മുടെ ചാനലിൽ കാണും ചിലപ്പോൾ. കാരണം പൊതുവെ കൂട്ടുകാർ ചോദിക്കുന്നതൊക്കെ തന്നെ കോമൺ ആയിട്ട് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഇല്ലാന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യാം. അതായിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. എന്നാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആപ്പിൾ, സാംസങ്, OnePlus ഈ 3 ബ്രാൻഡുകളിൽ ഓൾറെഡി പ്രൈം ഡേ ഓഫേഴ്സ് ഏതൊക്കെയാണ് റിവീൽ ചെയ്തിരിക്കുന്നത് ആ ഒരു കാര്യമാണ്. ആക്ച്വലി ഈ ഒരു വീഡിയോ നമ്മുടെ പ്രൈം മെമ്പർഷിപ്പ് എടുക്കാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാണ്. മറ്റുള്ളവർക്ക് ജസ്റ്റ് അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. എന്നാൽ പ്രൈം മെമ്പർഷിപ്പ് എടുക്കാത്തവർക്ക് ഇതൊന്നും തന്നെ കാണാൻ പറ്റത്തില്ല. സോ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എന്തായാലും ആദ്യം നമ്മുടെ ആപ്പിളിലേക്ക് വരുവാണെങ്കിൽ iPhone 13 ഞാൻ ഓൾറെഡി ഇന്നലത്തെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 49,300 രൂപ. പ്രൈം ഡേയിലേക്ക് വരുമ്പോഴത്തേക്ക് 48,999 രൂപയാണ് നോർമൽ ഓഫർ. ഇൻക്ലൂഡിംഗ് കാർഡ് ഓഫർ നമുക്ക് 47,999 രൂപയ്ക്ക് ലഭ്യമാകുന്നു. ഇനി അടുത്ത നമ്മുടെ iPhone 14ലേക്ക് വരുവാണെങ്കിൽ 62,800 രൂപയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ആ ഒരു ഓഫർ സമയത്തും ഇത് തന്നെയാണ്, പക്ഷേ ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ നമുക്ക് 61,800 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു 1000 രൂപ എക്സ്ട്രാ കുറച്ച് കിട്ടും. ചിലപ്പോൾ അത് ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ ആണോ അല്ല കൂപ്പൺ ആണോ എന്നുള്ളത് ആ സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കും. കൂടാതെ iPhone 14 പ്ലസ് 64,999 നമുക്ക് ഇപ്പൊ കാണാൻ പറ്റുക. എന്നാൽ അവിടെ നോർമൽ റേറ്റ് പറയുന്നത് എത്രയാണെന്ന് അറിയാമോ? 70,500 രൂപ. അതായത് വീണ്ടും അങ്ങോട്ട് കൂട്ടിയിട്ടുണ്ട്. 72,900 ആണ് ഈ iPhone 14 പ്ലസിന്റെ നോർമൽ റേറ്റ്. എന്നാൽ കുറെ നാളായിട്ട് ആക്ച്വലി ഈ ഒരു 64,999 തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നിങ്ങളൊരു iPhone 14 പ്ലസ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇപ്പോൾ മേടിക്കണം. 64,999 65,000 രൂപയ്ക്ക് കിട്ടാം. എന്നാൽ ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ പോലും നമുക്ക് 69,500 രൂപയ്ക്കാണ് ആ ഒരു പ്രൈം ഡേയിൽ കാണാൻ സാധിക്കുന്നത്. ഇത് എന്ത് ലോജിക് ആണെന്ന് ഒരു പിടിയില്ല. എന്തായാലും ഇപ്പോൾ നമ്മുടെ iPhone 14 പ്ലസ് മേടിക്കാൻ നല്ലൊരു അവസരം തന്നെയാണ്. കൂടാതെ iPhone 15ലേക്ക് വരുവാണെങ്കിൽ 70,790 രൂപയാണ് നോർമൽ റേറ്റ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുക. എന്നാൽ 70,500 രൂപയ്ക്ക് ഒരു 290 രൂപ കൂടി കുറച്ചിട്ടായിരിക്കും നമ്മുടെ പ്രൈം ഡേയിലേക്ക് വരിക. ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ നമുക്ക് 69,500 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. അതായത് 1,290 രൂപ കുറവിൽ നമുക്ക് iPhone 15 മേടിക്കാൻ സാധിക്കുന്നതാണ്. ഇനി iPhone 15 പ്ലസിലേക്ക് വരുവാണെങ്കിൽ 80,999 രൂപയാണ് നോർമൽ റേറ്റ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുക. 79,999 രൂപയ്ക്ക് ആ ഒരു പ്രൈം ഡേയിൽ വരും. ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ നമുക്ക് 78,999 രൂപയ്ക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ് ആണ് എന്തായാലും ഓൾറെഡി ഇപ്പോൾ റിവീൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ തന്നെ അടുത്ത് തന്നെ റിവീൽ ചെയ്യുന്നു വിശ്വസിക്കുന്നു. എങ്കിൽ ഉടനെ തന്നെ എത്തിക്കുന്നതാണ്. ഇനി നമ്മുടെ സാംസങ്ങിലേക്ക് വരുവാണെങ്കിൽ ആദ്യം തന്നെ എടുത്ത് പറയുന്നത് നമ്മുടെ ഏറ്റവും റീസെന്റ് ആയിട്ട് ലോഞ്ച് ആയ നമ്മുടെ ഗാലക്സി M35 24,499 രൂപയാണ് നോർമൽ റേറ്റ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല, 19,999 രൂപയാണ് നോർമൽ റേറ്റ്. എന്നാൽ നമുക്ക് 15,999 രൂപയ്ക്ക് ഓഫർ സമയത്ത് ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫറിലും അതുപോലെ തന്നെ കൂപ്പൺ ആ ഒരു പ്രൈം ഓഫറൊക്കെ വെച്ചിട്ട് കിട്ടുന്നതാണ്. സോ അത്യാവശ്യം അടിപൊളി ഓഫറാണ്. എന്തായാലും 15,999 രൂപയ്ക്ക് M35. ഇനി അടുത്ത നമ്മുടെ സാംസങ് ഗാലക്സി S23 അൾട്ര ഓൾറെഡി നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 84,999 രൂപയ്ക്ക് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ 79,999 രൂപയാണ് ആ ഒരു ഓഫർ റേറ്റിൽ കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ നമുക്ക് 74,999 രൂപയ്ക്ക്. ഇന്നലത്തെ ആ ഒരു സെയിം റേറ്റുകൾ തന്നെയാണ് കേട്ടോ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി അടുത്തത് ഗാലക്സി S21 FE 30,719 രൂപയാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ 28,999 രൂപയ്ക്ക് നമുക്ക് ആ ഒരു ഓഫർ സമയത്ത് കാണാം. കൂടാതെ 27,999 ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ നമുക്ക് കിട്ടും. ഗാലക്സി A34 22,999 രൂപയാണ് നോർമൽ റേറ്റ്. എന്നാൽ 30,999 രൂപയായിരിക്കും ആ ഒരു ഓഫർ സമയത്ത് എന്ന് പറയുന്നുണ്ട്. ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ നമുക്ക് 25,999 പറയുന്നുണ്ട്. അവിടെയും എന്താണ് സംഭവം നടത്തില്ല. ഉറപ്പായിട്ടും A34 മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇപ്പോൾ മേടിക്കുന്നതാണ് നമുക്ക് ലാഭകരമായിട്ടുള്ളത്. ഇനി ഗാലക്സി M15ലേക്ക് വരുവാണെങ്കിൽ 12,999 ആണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ സെയിം റേറ്റ് തന്നെയാണ് നമ്മുടെ ഓഫർ വന്നാലും, പക്ഷേ ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ നമുക്ക് 11,999 ഒരു 1000 രൂപ കുറച്ച് കാണാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തത്
ഗാലക്സി S24ലേക്ക് വരുവാണെങ്കിൽ 59,130 രൂപയാണ് ഇപ്പൊ ഈ ഒരു പ്രോഡക്റ്റിന് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇവരുടെ ആ ഒരു എഫക്റ്റീവ് പ്രൈസ് ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ നമുക്ക് 66,990 വരെയാണ്. അതായത് S24 മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മേടിക്കുന്നത് നല്ലത്. ആ ഒരു പ്രൈം ഡേ വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് സത്യം പറഞ്ഞാൽ ഇനി അവരുടെ എന്തെങ്കിലും ആ ഒരു മിസ്റ്റേക്ക് ആണോ എന്താണെന്ന് ഒരു പിടിയില്ല കേട്ടോ. ഇനി അടുത്ത S24 അൾട്രയിലേക്ക് വരണമെങ്കിൽ 1,29,990 രൂപയാണ് നോർമൽ റേറ്റ്. എന്നാൽ നമുക്ക് 1,23,990 അത് കുഴപ്പമില്ല. S24 ആണ്, ഭയങ്കര വലിയ ഓഫർ ഇല്ലെങ്കിൽ പോലും ഓക്കെ ഒരു ഓഫർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി അടുത്തത് A55ലേക്ക് വരണമെങ്കിൽ 35,790 നോർമൽ റേറ്റ്. അവിടെയും പറയാനുള്ളത് 39,990 നമ്മുടെ ഓഫർ റേറ്റ്, കൂടാതെ ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ 36,990. സത്യം പറഞ്ഞാൽ സാംസങ്ങിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പറ്റിപ്പും നടക്കാൻ പോകുന്നത് എന്നാണ് ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത്. ഇനി നമ്മുടെ OnePlusലേക്ക് വരുവാണെങ്കിൽ നോട്ട് CE4 ലൈറ്റ് 19,990 നോർമൽ റേറ്റ്, എന്നാൽ നമുക്ക് 17,999 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ OnePlus 12R 8GB + 256 വേരിയന്റിന്റെ കൂടെ നമുക്ക് ബഡ്സ് 3 ഫ്രീ ആയിട്ട് കിട്ടും. 4,990, 5,499 നോർമൽ റേറ്റ്. പല സമയത്ത് ഇത് കാണാൻ പറ്റുക. സോ ഈ ഒരു വേരിയന്റ് മേടിക്കണമെങ്കിൽ നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടും. 42,990 നോർമൽ റേറ്റ് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുക. എന്നാൽ 39,990 ഇത് ഓഫർ സമയത്ത് മേടിക്കാൻ സാധിക്കുന്നതാണ്. OnePlus 12 നോക്കുകയാണെങ്കിൽ 64,990 നോർമൽ റേറ്റ് ഇപ്പോൾ കാണാൻ പറ്റുക. എന്നാൽ 52,990 നമുക്ക് മേടിക്കാം. നോട്ട് CE4 24,990 ഇപ്പൊ കാണുന്നു. 21,990 നമുക്ക് ഓഫർ സമയത്ത് മേടിക്കാൻ സാധിക്കും. കൂടാതെ OnePlus Open നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ്. 1,39,990 നോർമൽ റേറ്റ്, എന്നാൽ 1,19,990 നമുക്ക് മേടിക്കാൻ സാധിക്കും. ഇനി നോട്ട് CE3 നോക്കുവാണെങ്കിൽ 18,990 നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുക. എന്നാൽ ആ ഒരു പ്രൈം ഡേയിൽ നമുക്ക് 18,990 തന്നെയാണ് കാണിക്കുന്നത്. ഇനി വല്ല കൂപ്പണം കിട്ടിയാലായി എന്നേ പറയാൻ പറ്റുള്ളൂ, അതർവൈസ് ഉറപ്പായിട്ടും ഇതൊന്നും വലിയ ലാഭമല്ല. അപ്പൊ ഇത്രയാണ് നമ്മുടെ ആപ്പിളിലും സാംസങ്ങിലും OnePlusലും ഓൾറെഡി ഇതുവരെ അങ്ങോട്ട് റിവീൽ ചെയ്തിട്ടുള്ള സ്മാർട്ട് ഫോൺസ്. കുറെ അധികം ബ്രാൻഡ്സുകൾ ഇനിയുണ്ട്. എന്തായാലും അത് ഞാൻ അടുത്തൊരു പാർട്ടായിട്ട് ചെയ്യാം. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ അധികം ലെങ്ത് ആവും വീഡിയോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബോറും ആയിരിക്കും. സോ ഇപ്പോൾ എന്തായാലും ആപ്പിൾ, സാംസങ്, OnePlus ഈ 3 ബ്രാൻഡുകൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഉറപ്പായിട്ടും നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന മോഡലിന് എത്ര രൂപയ്ക്കാണ് ആ ഒരു പ്രൈം ഡേയിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുക എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആരും ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും, കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.